സംസ്ഥാനത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഭൂരിഭാഗവും ലാഭത്തിലല്ല. അത് ബാധ്യതയാകാത്ത രീതിയിൽ, പ്രചോദനമാകുന്ന രീതിയിൽ പുനഃസംഘടിപ്പിക്കണമെന്നുള്ളതാണ് ധവളപത്രത്തിലെ പ്രധാനപ്പെട്ട നിർദ്ദേശം. ഖജനാവിന് ബാധ്യതയാകാത്ത രീതിയിൽ, സാമ്പത്തിക വളർച്ചയ്ക്ക് പ്രചോദനമാകുന്ന രീതിയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ മാറ്റിയെടുക്കണമെന്നുള്ള നിർദ്ദേശം. നഷ്ടത്തിൽ മുന്നിൽ KSRTCയും ജല അതോറിറ്റിയുമാണ്. ലാഭത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ നഷ്ടത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ലയിപ്പിക്കണമെന്നും ധവളപത്രത്തിൽ നിർദ്ദേശമുണ്ട്. അതായത് നഷ്ടത്തിലുള്ള സപ്ലൈകോയെ ലാഭത്തിലുള്ള ബെവ്കോയുമായി ലയിപ്പിച്ച് ഒരൊറ്റ കോർപ്പറേഷനാക്കണമെന്നാണ് നിർദ്ദേശം. സബ്സിഡികൾ സ്ഥാപനങ്ങൾക്ക് നൽകുന്നതിന് പകരം അർഹരായ ഉപഭോക്താക്കൾക്ക് അത് നേരിട്ട് നൽകണം. പൊതുസേവനങ്ങൾക്ക് പൂർണ്ണ സബ്സിഡിയും നൽകണം. വൈദ്യുതി ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കണമെന്നും ധവളപത്രത്തിൽ നിർദ്ദേശമുണ്ട്. നഷ്ടത്തിലോടുന്ന സ്ഥാപനങ്ങളുടെ പുനഃസംഘടനയാണ് മറ്റൊരു വിഷയം. തന്ത്രപ്രധാനമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരണം, ഓഹരി വിറ്റഴിക്കൽ അല്ലെങ്കിൽ അടച്ചുപൂട്ടൽ എന്നിവ പരിഗണിക്കണം. ജീവനക്കാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ടു പോകണമെന്നും ധവളപത്രത്തിൽ നിർദ്ദേശമുണ്ട്. ഓഡിറ്റിംഗ് ആണ് മറ്റൊരു വിഷയം. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സാമ്പത്തിക സ്ഥിതികൾ ഓഡിറ്റ് ചെയ്ത് കൃത്യമായി പ്രസിദ്ധപ്പെടുത്തണമെന്നും ധവളപത്രത്തിൽ നിർദ്ദേശമുണ്ട്. ബിജു VS-നൊപ്പം TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.